ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ VDPയുടെ കിസ് അല്ലെങ്കിൽ KAS602 എന്ന് പറയുന്ന മോഡലാണ്. നമ്മളിത് മോസ്റ്റ്ലി യൂസ് ചെയ്യണത് ഹോമിൽ നമ്മുടെ ഓട്ടോമേറ്റ് ചെയ്ത ഗേറ്റുകൾ നമുക്ക് എന്താ പറയുക, നമുക്ക് ബെല്ല് യൂസ് ചെയ്ത് വീഡിയോ കോൾ ചെയ്ത് നമുക്ക് ഉള്ളിലുള്ള ആൾക്കാരോട് സംസാരിച്ച് നമുക്ക് ഗേറ്റ് ഓപ്പറേറ്റ് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. നമുക്കിതിന് ഈ കിറ്റിൽ വരുന്നത് എന്താക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഔട്ട്ഡോർ യൂണിറ്റ് വരും, പിന്നെ അതിൻ്റെ ഇപ്പോൾ ഒരു POE വരും, പിന്നെ ഒരു ഡോർ സ്റ്റേഷൻ വരും. ഇതിപ്പോൾ 602ൻ്റെ അല്ല, നമുക്കിത് ശരിക്കും പറഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാം. സെയിം മോണിറ്റർ തന്നെ വെക്കണമെന്നില്ല. നമുക്ക് ഇതിപ്പോൾ വരുന്ന ഒരു 10 ഇഞ്ചിൻ്റെ ഒരു ആൻഡ്രോയിഡ് വേർഷനായിട്ടുള്ള ഇതാണ് വരുന്നത്. ഇതിൻ്റെ ലോ ബഡ്ജറ്റുള്ള ഐറ്റംസ് വരുന്നുണ്ട്, വൺ ടച്ച് ആയിട്ടുള്ള ഐറ്റംസ് വരുന്നുണ്ട്, കുറച്ചുകൂടി ഫങ്ഷൻസ് ഉള്ള ഐറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ കിറ്റിൽ വരുന്നത് KD8003 എന്ന് പറഞ്ഞാൽ ഡോർ സ്റ്റേഷനും KH6320 എന്ന് പറയുന്ന ഇൻഡോർ സ്റ്റേഷനാണ് വരുന്നത്. അപ്പോൾ ഇതിലുള്ള ഫങ്ഷൻസ് പറഞ്ഞാൽ നമ്മൾ ആദ്യം നമുക്ക് ഡോർ സ്റ്റേഷനിലുള്ള ഫങ്ഷൻസ് നോക്കാം. നമുക്ക് അതായത് നമുക്ക് ഇതിനൊരു ഇൻബിൽഡ് ആയിട്ടൊരു 2 MB ക്യാമറ വരുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഈ ക്യാമറ നമുക്കൊരു ഏകദേശം ഒരു 120 ഡിഗ്രി ഫിഷ് ഐ ടൈപ്പാണ് വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു നെയിം ടാഗ് കാണാം. ഇതിൽ നമുക്കിപ്പോൾ നമ്മുടെ വീടിൻ്റെ പേരോ അല്ലെങ്കിൽ നമുക്ക് പ്രസ് ബെല്ലെന്നോ അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിൽ നെയിം ടാഗ് ആയിട്ട് കൊടുക്കാം. ഇവിടെ ഒരു ഫിസിക്കൽ പ്രസ് ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ടാവും നമുക്ക്. മാത്രമല്ല നമുക്ക് ഇതിന് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു മൈക്ക് ഉണ്ടാവും, ഇതൊരു ക്യാമറ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനോട് ചേർന്നിട്ട് ഒരു നമുക്ക് എന്താ പറയുക, നമുക്ക് ഒരാൾ ടാമ്പർ ചെയ്തു അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഫോൺ ഒരാൾ എടുത്തുകൊണ്ട് പോകാൻ നോക്കി, ആ ടാമ്പറിങ്ങിന് ഒരു സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ ബാക്കിൽ നമുക്കൊരു POE എനേബിൾ ചെയ്തുള്ള പോർട്ട് വരുന്നുണ്ട്. നമുക്ക് പവർ ത്രൂ നമുക്ക് നെറ്റ്വർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ നമുക്ക് ഇതിലേക്ക് കണക്ഷൻസ്, നമുക്ക് ഗേറ്റ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള കണക്ഷൻസ്, അങ്ങനെ ബാക്കിയുള്ള കണക്ഷൻസും കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇൻഡോർ ആയിട്ടുള്ള സ്ക്രീനിൽ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ സ്ക്രീന്, മൈക്രോഫോണ്, പിന്നെ അതിൻ്റെ നമുക്ക് ടോക്ക് ചെയ്യാനുള്ള സ്പീക്കേഴ്സ്, പിന്നെ അതുപോലെ ഇതും നമ്മുടെ സിസ്റ്റം തമ്മിൽ കണക്ട് ചെയ്യാനായിട്ടുള്ള POE ഇൻ്റർഫേസ്, ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇതിലെന്താ പ്രത്യേകതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യുന്ന സാധാരണ വീട്ടിൽ ചെയ്യുന്നതിൻ്റെ 602 എന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമുക്കിതിലൊരു ക്യാമറ ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും 265 എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വീഡിയോ കംപ്രഷൻ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ടാവും. ഇതിൽ 264 ആണ് വരുന്നത്. എന്നാലും നമുക്ക് അത്യാവശ്യം നമ്മുടെ ഡാറ്റ സേവ് ചെയ്യുന്ന ടൈപ്പ്, മെമ്മറി കാർഡിൽ സ്റ്റോറേജ് ചെയ്യുന്ന ടൈപ്പാണ് വരുന്നത് നമുക്ക്. പിന്നെ അതിൽ നോയ്സ് സപ്രഷൻ, നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മുടെ എക്കോ അല്ലെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ അപ്പുറത്തെ ആളോട് സംസാരിക്കുകയാണ്, ആ സംസാരിക്കുന്ന ആളുകൾക്ക് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ടും കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ഇൻ്റർഫേസ് ഇല്ലാത്ത രീതിയിലുള്ള സിസ്റ്റമാണ് വരുന്നത്. പിന്നെ നമുക്ക് ഈ പുറത്ത് വയ്ക്കുന്ന ക്യാമറ നമുക്കൊരു സെപ്പറേറ്റ് ക്യാമറ ആയിട്ട് ഫംഗ്ഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു അതായത് രാത്രി ആണെങ്കിൽ കൂടി ലോ ഇലുമിനേഷനിൽ വരെ വർക്ക് ചെയ്യുന്ന ടൈപ്പ് ക്യാമറയാണ് വരുന്നത്. പിന്നെ നമുക്കിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈസി ടു ആഡ് സിസ്റ്റമാണ് വരുന്നത്. നമുക്ക് ഭയങ്കര കോംപ്ലിക്കേഷനുള്ള സിസ്റ്റം ഒന്നുമല്ല. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഈ ഇരിക്കുന്നത്. അതായത് നമുക്ക് മഴയുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വെള്ളം വീഴും, കൂടുതൽ വെള്ളം അടിക്കുന്നുള്ള സ്ഥലങ്ങൾ നമുക്ക് ഈ റെയിൻ ഷെയ്ഡ് കൊടുക്കാൻ പറ്റും. നമുക്കിതിന് ആ ഔട്ട്ഡോർ യൂണിറ്റ് ഒന്ന് കവർ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ നമുക്ക് ഇൻഡോർ യൂണിറ്റ് നമുക്ക് ടേബിളിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്, നമ്മുടെ ടാബിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് കവറാണ് ഈ ടൈപ്പ് വരുന്നത്. നമുക്കിത് ഇതിൻ്റെ ഒപ്പം വരുന്നില്ല, 602 കിറ്റിൻ്റെ ഒപ്പം വരുന്നില്ല, നമുക്കിത് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. നമുക്കിതിൻ്റെ ഒരു ഫംഗ്ഷൻ്റെ കുറച്ച് കാര്യങ്ങളിലേക്ക് കൂടി കിടക്കാം. നമുക്കിതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്, നമ്മുടെ അസറ്റ് ഗാലറിയിലൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഫുൾ അപ്പാർട്ട്മെൻറ്റ് മൊത്തമായിട്ട് നമുക്ക് ഓരോ സെപ്പറേറ്റ് ഫ്ലാറ്റിലേക്ക് നമുക്ക് കോൾ ചെയ്തിട്ട് ആവശ്യമുള്ള ആൾക്കാർ നമ്മുടെ ആൾക്കാരാണോ നമ്മുടെ വിസിറ്റേഴ്സ് ആണെന്ന് നമുക്ക് പെർമിഷൻ ചോദിച്ച് നമുക്ക് എൻ്റർ ചെയ്യിക്കാൻ പറ്റും. നമ്മൾ ഇതിൻ്റെ ഏറ്റവും വാസ്റ്റായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ബേസിക് ആയിട്ടുള്ള സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു POE ഓരോ ഫ്ലോറിലേക്ക് ഓരോ സെപ്പറേറ്റ് POE സെപ്പറേറ്റ് ആയിട്ട് POE കൺസിഡർ ചെയ്തിട്ട് നമ്മൾ എല്ലാ ഫ്ലാറ്റുകളിലേക്ക് നമ്മളൊരു ഇൻഡോർ യൂണിറ്റ് കൊടുക്കും. അതുപോലെ അതിൻ്റെ ഒരു എക്സ്ട്രാ ഔട്ട്ഡോർ യൂണിറ്റ് നമ്മുടെ താഴത്ത് കൊടുത്തിട്ട് താഴത്ത് നമ്മൾ ഓരോ വില്ലേക്കും ഇപ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം, നമുക്ക് ഇതിൽ ഈ അറ്റത്തായിട്ട് നമുക്കൊരു ഡിവൈസ് ഉണ്ട്. നമുക്ക് നെയിം ടാഗ് ചെയ്യാനുള്ളതാണ്. നമുക്കിപ്പോൾ എൻ്റെ ഫ്ലാറ്റ് നമ്പർ 301 ആണ്, 302, 304, അങ്ങനെ നമുക്ക് ഓരോ ഫ്ലോറിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് നെയിം ടാഗ് ചെയ്തിട്ട് നമുക്ക് ആ ഫ്ലാറ്റിലേക്ക് മാത്രമായിട്ട് കോൾ ചെയ്ത് നമുക്ക് അവരോട് സംസാരിച്ച് നമ്മുടെ ഗസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കയറ്റി കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ആഡ് ചെയ്തിട്ട് വരുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേറ്റർ ടൈപ്പ് വരുന്നുണ്ട്. നമുക്ക് കോളാണോ ചെയ്യേണ്ടത്, മൈക്രോഫോൺ ആണോ നമുക്ക് യൂസ് ചെയ്യേണ്ടത്, അത് നമുക്ക് കറക്റ്റ് ഇൻഡിക്കേറ്റർ വരുന്ന മോഡൽ വരുന്നത്. പിന്നെ കാർ റീഡർ
നമുക്കിപ്പോൾ ഈ ആക്സസ് കൊടുക്കണമെങ്കിൽ നമുക്ക് കാർ റീഡർ, നമുക്ക് കാർഡ് വെച്ച് നമുക്ക് റീഡ് ചെയ്യാനായിട്ടുള്ള അത് 2 ടൈപ്പ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് പിന്ന് വെക്കാനുള്ള ഫങ്ഷൻസ് വരുന്നുണ്ട്. എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ബേസിക് ആയിട്ടുള്ള സെക്യൂരിറ്റി ഡിവൈസ്, അതായത് നമ്മുടെ PIR സെൻസർ, നമ്മൾ AXUP വെച്ച് നമ്മൾ ചെയ്യാറുള്ള ഡോർ സെൻസേഴ്സ്, അലാം സെൻസേഴ്സ്, ഹൂട്ടേഴ്സ്, ഇതൊക്കെ നമുക്ക് നമ്മുടെ സിസ്റ്റമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. നമുക്ക് ഹിക്വിഷൻ്റെ പ്രൊഡക്റ്റുകളെല്ലാം നമുക്ക് ഇതിലേക്ക് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഒരു വാസ്റ്റ് സിസ്റ്റമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വേറൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ IP ക്യാമറാസ്, നമ്മുടെ ഇക്വിഷൻ IP ക്യാമറാസ് നമുക്ക് ഈ സിസ്റ്റമായിട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഇൻഡോർ യൂണിറ്റിലേക്ക് നമുക്ക് വ്യൂ ചെയ്ത് കാണാൻ പറ്റും. നമുക്ക് നമ്മുടെ വീട്ടിലത്തെ എല്ലാ ക്യാമറയും നമുക്കതിൽ കാണാൻ പറ്റും. ഇത് നമുക്കൊരു ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഡയഗ്രാമാണ്. നമുക്ക് സാധാരണ ആഡ് ചെയ്യണ പോലെ തന്നെ ഇൻഡോർ സ്റ്റേഷനെ നമുക്ക് POI സ്വിച്ചും ഔട്ട്ഡോർ സ്റ്റേഷനും വെച്ച് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതായത് നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു POI ഔട്ട് POI ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് സെപ്പറേറ്റ് പവർ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഉള്ള വരുന്ന നമ്മുടെ 602 മോഡലൊക്കെ നമുക്ക് POI എനേബിൾഡ് ആണ്. POI വരുന്ന അതിൽ നിന്ന് നമുക്കൊരു നമ്മുടെ POIയിലേക്ക് കൊടുത്ത് അതിൻ്റെ ഔട്ട് എടുത്തിട്ട് നമ്മുടെ ഔട്ട്ഡോർ യൂണിറ്റിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് പഴയതൊക്കെ ഉണ്ടാവും, നേരിട്ടിട്ട് നമുക്ക് ഇതൊന്നും തമ്മിലായിരുന്നു കണക്ഷൻ ഉണ്ടായിരുന്നു. പഴയ പാരസോണിക്കിൻ്റെ അല്ലെങ്കിൽ അങ്ങനത്തെ മോഡലുകളൊക്കെ നമുക്ക് ഇക്വിഷനിൽ പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. നമ്മുടെ അനലോഗൊക്കെ ടൈപ്പ് വരുന്നതായിരുന്നു, നേരിട്ടുള്ള കണക്ഷൻസ് വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നമുക്ക് POI സ്വിച്ച് ത്രൂ ആണ് നമുക്ക് കണക്ഷൻസ് വരുന്നത്. പവർ അപ്പ് ആണതും അതേ വഴി തന്നെയാണ്. ഇത് നമുക്ക് ഇത് തന്നെ നമുക്കൊന്ന് നമ്മുടെ ഗേറ്റിലേക്ക് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിത് ഗേറ്റായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പരമാവധി ശ്രമിക്കാം. ഗേറ്റ് ഓട്ടോമേഷൻ ഇതിൻ്റെ ഒരു എന്താ പറയുക സെപ്പറേറ്റീവായിട്ട് കാണുന്ന ഒരു ഭാഗമല്ല. ഇത് ഇതിനോട് കൂടി ചേർന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതിൻ്റെ ഒരു ഇൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഫുൾ ഫംഗ്ഷൻ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഗേറ്റ് നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഓട്ടോമേറ്റ് ചെയ്യുകയാണ് ഏറ്റവും ബെറ്റർ. കാരണം നമ്മളിതിപ്പോൾ ഈ സിസ്റ്റം മാത്രം നമ്മൾ വെച്ചു, ഒരു ഈ ഔട്ട്ഡോർ യൂണിറ്റ് ഒരു ഇൻഡോർ യൂണിറ്റും വെച്ചു, നമ്മൾ വരെ പുറത്തുനിന്ന് ഒരാൾ വന്നു, ബെല്ല് പ്രസ് ചെയ്തു, അയാൾ നമ്മളോട് സംസാരിച്ച് നമുക്ക് അറിയുന്ന ആളാണ്, നമ്മൾ ഗേറ്റ് വിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വന്നു അതിൽ തുറന്നു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ വന്ന് ഡോർ ആക്സസ് ആക്കി കൊടുക്കണം. അല്ല നമ്മൾ തുറന്നിട്ട് കൊടുക്കണം. ഗേറ്റ് തുറന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് സെക്യൂരിറ്റി ഇല്ല. നമ്മളിത് വെക്കുന്നത് നമ്മുടെ ഒന്നാമത്തെ കാര്യം നമ്മുടെ പ്രൈവസി, രണ്ടാമത്തെ കാര്യം നമ്മുടെ സെക്യൂരിറ്റി, ഇത് രണ്ടും ഉറപ്പാക്കാനാണ് നമ്മൾ ശരിക്കും ഈ സിസ്റ്റം ചെയ്യുന്നത്. അപ്പോൾ അതിന് ഫുൾ കംപ്ലീഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഗേറ്റ് ഓട്ടോമേഷൻ കൂടി ചെയ്യണം. അങ്ങനെ ഗേറ്റ് ഓട്ടോമേഷൻ കൂടി ഇതിൽ ഇൻബിൽഡ് ആണ്. അത് നമുക്ക് ഇതിന് ഓരോ യൂണിറ്റിന് അതിനുള്ള സെപ്പറേറ്റ് ഫങ്ഷൻസ് വരുന്ന കിറ്റുകളുണ്ട് നമുക്ക്. ഇപ്പോൾ ഇതെല്ലാം നമുക്ക് 2 ഗേറ്റ് വരുന്ന സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് 2 ഔട്ട്ഡോർ യൂണിറ്റ് വയ്ക്കാം. അല്ല 2 നിലയുള്ള വീടാണ്, നമുക്ക് 2 ഇൻഡോർ യൂണിറ്റ് വയ്ക്കാം. വിക്കറ്റ് ഗേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് നമുക്കൊരു EM ലോക്ക് കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ടും നമുക്ക് ഒറ്റ ഔട്ട്ഡോർ സ്റ്റേഷനിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ഫങ്ഷൻസ് നമ്മളിതിലുള്ളത് നമ്മൾ ഫുള്ളായിട്ട് പരമാവധി എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. എന്നാലാണ് നമുക്ക് ഇതിൻ്റെ ഫുൾ ഫങ്ഷൻസ് എടുക്കാനും പറ്റും. നമ്മുടെ സെക്യൂരിറ്റിയും പ്രൈവസിയും കുറച്ചുകൂടി കയറ്റാൻ പറ്റുള്ളൂ. നമുക്കിതിപ്പോൾ വന്ന് പോയ ആൾക്കാരുടെ ലിസ്റ്റ് മുതൽ നമുക്കിപ്പോൾ അവിടെ നമ്മുടെ വീട്ടിലില്ല, നമ്മുടെ വീട്ടിലൊരു KCB ഒരാൾ ബില്ലെടുക്കാൻ വന്നു, നമ്മൾ വീട്ടിലില്ല, നമ്മൾ പുറത്താണ്, അല്ലെങ്കിൽ നമുക്കിത് ആക്സസ് ചെയ്ത് കൊടുക്കണം അയാൾക്ക്. ഇത് പുറത്ത് കയറി അകത്തുനിന്ന് കയറി നമുക്ക് എടുക്കണം, നമ്മുടെ ബില്ല് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് അയാൾ നമ്മളെ പ്രസ് ചെയ്ത് വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു ഡിലേ ടൈം ഇടാൻ പറ്റും. ഇൻഡോർ യൂണിറ്റിൽ കോൾ വന്നിട്ട് ആരും എടുത്തില്ല എന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ഹിക്വിഷൻ വഴി ആപ്പ് വഴി കണക്റ്റ് വഴി നമുക്ക് മൊബൈലിലേക്ക് നമുക്ക് കോൾ എടുക്കാം. ആ കോൾ വഴി നമുക്ക് നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് ഗേറ്റ് തുറന്നു കൊടുത്ത് അയാൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളുടെ ഇപ്പോൾ KCB ആളാണ്, അയാളുടെ ബില്ലിൻ്റെ ആവശ്യം എടുത്ത് കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ പോയി കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാനും അയാൾ പോയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ വരെ നമുക്കിതിൽ അറിയാൻ പറ്റും. എൻട്രി എക്സിറ്റ് ഫുൾ കൺട്രോൾ നമ്മുടെ കൺട്രോളിലായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ സിസ്റ്റം ചെയ്യുന്നതിനുള്ള ഫുൾ ഉപകാരം എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ ബേസിക് വയറിങ്ങിലേക്കൊന്ന് കിടക്കാം. ഇതിൽ ഒന്ന് മെയിൻ പാർട്ടായിട്ട് വരുന്നത് നമ്മുടെ ഗേറ്റ് കൺട്രോൾ മോട്ടോർ സ്റ്റേഷനും അതിൽ വരുന്ന വേറെ സബ് പാർട്ടുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡോർ യൂണിറ്റും ഔട്ട്ഡോർ യൂണിറ്റും. പിന്നെ ഈ സിസ്റ്റത്തിൽ നമ്മൾ കുറച്ച് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള നമുക്കൊരു വിക്കറ്റ് ഗേറ്റ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ എന്താ പറയുക നമ്മുടെ സാധാരണ ഡെയിലി ലൈഫിലുള്ള കുറച്ച് സെനോറിയോസിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ വിക്കറ്റ് ഗേറ്റ് മാനുവൽ സ്വിച്ച്. അപ്പോൾ അതെന്തിനാണെന്നുള്ളത് നമുക്ക് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഇതിൻ്റെ വയറിങ്ങിൽ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ആദ്യം നമുക്ക് മോട്ടോർ സൈഡിൽ നിന്ന് തുടങ്ങാം. മോട്ടോർ സൈഡിലേക്ക് നമ്മൾ ഇൻവെർട്ടർ പവർ കൊടുക്കുകയാണ് ചെയ്യാറ്. മോസ്റ്റ്ലി നമ്മൾ ഫേസ് ന്യൂട്രൽ എർത്താണ് കൊടുക്കാറ്. അത് നമ്മുടെ ഡിസ്റ്റൻസിനനുസരിച്ച് ഇപ്പോൾ മിനിമം ഒരു 1.5 അല്ലെങ്കിൽ അതിന് അത്ര സ്ക്വയർ ഉള്ള കേബിളാണ് നമ്മൾ കൊടുക്കാറ്. അത് നമ്മുടെ ഡിസ്റ്റൻസ് അനുസരിച്ച് ഇപ്പോൾ മീറ്ററിന് നല്ല ദൂരമുള്ള സ്ഥലമാണ്, ഒരു 30 മീറ്റർ 40 മീറ്റർ ദൂരമുള്ള സ്ഥലമാണ് നമ്മൾ സ്ക്വയർ ഗേജ് കൂട്ടിയിടാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മുടെ ആ കറണ്ട് പോകുന്നത് രീതിയിലേക്ക് നമ്മളിത് കയറ്റിയിടണം. അപ്പോൾ ഇൻവെർട്ടർ പവറാണ് നമ്മൾ സജസ്റ്റ് ചെയ്യാറ് എപ്പോഴും മോട്ടറിലേക്ക്. അത് തന്നെ കൊടുത്തിടാൻ നോക്കാം. പിന്നെ ഈ മോട്ടറിൽ നിന്ന് നമുക്ക് ഈ ഇൻഡോർ സ്റ്റേഷൻ, അതായത് നമ്മുടെ
വീട്ടിലുള്ള സ്റ്റേഷനിലേക്ക് ആകെ കൂടി പോകുന്നത് നമ്മുടെ POI സ്വിച്ചിൽ നിന്ന് ഇൻഡോർ യൂണിറ്റിലേക്ക് ആകെ കൂടി ഒരു Cat 6 മാത്രമാണ് പോകുന്നത്. അതോടുകൂടി ഇൻഡോർ യൂണിറ്റും ഇത് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞു. പിന്നെയുള്ളത് POI സ്വിച്ച് ടു നമ്മുടെ ഔട്ട്ഡോർ യൂണിറ്റ്. ഔട്ട്ഡോർ യൂണിറ്റിലേക്ക് POI സ്വിച്ച് എനേബിൾ ചെയ്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങനെയാണ് നമ്മുടെ ഗേറ്റിനുള്ള ഓട്ടോമേഷനും നമ്മുടെ വിക്കറ്റ് ഗേറ്റ് ഓട്ടോമേഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വിക്കറ്റ് ഗേറ്റിലേക്കുള്ള ഓട്ടോമേഷനുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മുടെ മോട്ടറിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ഈ വന്ന പവറിൽ നിന്ന് തന്നെ നമുക്കൊരു ലൂപ്പ് ചെയ്ത് പവർ കൊടുക്കാം. ആ പവറാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. അതല്ലാണ്ട് നമുക്ക് ഈ വിക്കറ്റ് ഗേറ്റ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ മോട്ടറും നമ്മുടെ ഔട്ട്ഡോർ യൂണിറ്റും തമ്മിൽ ഒരു കണക്ഷൻ വേണം. അത് നമ്മൾ മോസ്റ്റ്ലി നമ്മൾ ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ VDP യൂണിറ്റിൽ നിന്ന് നമ്മളൊരു 4 കേബിൾ 1 സ്ക്വയർ ഓം ഇട്ട് വെച്ചിട്ട് നമ്മൾ നമ്മുടെ മോട്ടറിൻ്റെ യൂണിറ്റിൻ്റെ അവിടെ നിന്ന് ജോയിൻ ചെയ്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്യാറ്. നമ്മൾ ഈ ഗേറ്റ് യൂസ് ചെയ്യാനുള്ള NOC കണക്ഷൻസും ഇതിൽ നിന്നുള്ള കണക്ഷൻസും നമ്മൾ ഇതിൽ നിന്നാണ് കൊടുക്കാറുള്ളത്. പിന്നെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോസെല്ലാണ്. ഫോട്ടോസെല്ലിൻ്റെ ആവശ്യകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വെക്കുന്നത് ഏകദേശം ഒരു 60 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് കോമൺ ആയിട്ട് വെക്കുന്നത്. അതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ വാർത്തകളും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. നമ്മൾ കുട്ടികൾ ഓട്ടോമാറ്റിക് ഗേറ്റിൻ്റെ ഇടയിൽ കുടുങ്ങി മരിച്ചു, അല്ലെങ്കിൽ കഴുത്തിൽ വിട്ട് അപകടങ്ങളുണ്ടായി, അല്ലെങ്കിൽ വണ്ടി കയറുമ്പോൾ വണ്ടിയുമ്പോൾ തട്ടി. ഇതൊക്കെ നമുക്ക് കേൾക്കുന്ന ഒരു സെനറിയാണ്. ആ ഒരു അപകടങ്ങൾ ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ സെൻസേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഫോട്ടോസെൽ ഇല്ലാണ്ട് നമ്മൾ ചെയ്യാറില്ല. കാരണം നമ്മുടെ സേഫ്റ്റി നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ കൊണ്ടുപോകേണ്ട കാര്യമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരാൾ നമ്മൾ ഈ ഗേറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അടയ്ക്കണ സമയത്ത് ഒരാൾ വരികയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുട്ടികൾ വരികയാണെന്ന്, അല്ലെങ്കിൽ വണ്ടി വരികയാണെന്നുണ്ടെങ്കിലോ ഈ സെൻസറിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻസർ ആക്ട് ചെയ്തിട്ട് ഡോറ് തടഞ്ഞുകൊണ്ടിരിക്കുന്ന ഡോറ് തുറക്കും. അപ്പോൾ ഈ ഫോട്ടോസെല്ല് എപ്പോഴും ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 സ്ക്വയർ എമ്മിൻ്റെ ഒരു 4 കേബിൾ നമ്മൾ മോട്ടോർ സൈഡിൽ നിന്ന് വലിച്ചിടും. 60 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് നമ്മൾ എടുക്കാറ്. കോമൺ ആയിട്ട് ഒരേ ലെവലായിരിക്കണം അത്, എന്നാലാണ് കറക്റ്റായിട്ട് ആക്റ്റ് ആവുള്ളൂ. പിന്നെ അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലേക്ക് ഏറ്റവും അടുത്തുള്ള സൈഡിലേക്ക് 4 കേബിളും അകലെയുള്ളതിലേക്ക് 6 വയറാണ് നമ്മൾ എടുത്തിടാറുള്ളത്. അതങ്ങനെ തന്നെ ഫോട്ടോസെല്ലിൻ്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ മോട്ടറിലേക്ക് എടുത്തിടാണ് ചെയ്യാറ്. പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ VDP യൂണിറ്റ് വെച്ച് നമ്മുടെ മെയിൻ ഗേറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 കേബിൾ മോട്ടറിലേക്ക് എടുത്തിടും. ഇത്രയാണ് നമ്മുടെ വയറിങ് സൈഡായിട്ട് വരുന്നത്. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാനുവൽ സ്വിച്ച്. ഇതാണ് നമ്മൾ പറഞ്ഞ ഒരു സെപ്പറേറ്റ് സെനോറി ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുവൽ സ്വിച്ച് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ചെയ്തില്ലെങ്കിലും നമുക്ക് കാര്യങ്ങൾ നടക്കും. ഇതിനിപ്പോൾ ഒരു എന്താ പറയുക മാനുവൽ കീ ഉണ്ടാവും. നമുക്ക് കറണ്ട് പോകുക അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മാനുവൽ കീ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഫംഗ്ഷൻസ് നമുക്ക് ഫുള്ളായിട്ട് കിട്ടണേ നമുക്ക് മാനുവൽ കീ കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കറണ്ട് ഇല്ല അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാനുവൽ കീ നമുക്കൊരു എക്സ്ട്രാ ആണ്. ഒരു ബെൽ സ്വിച്ച് നമ്മൾ അകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാനും അതിൻ്റെ കൺട്രോൾ എടുക്കാനും നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനാണ് മാനുവൽ കീ. നമ്മളത് 1 സ്ക്വയർ എമ്മിൻ്റെ ഒരു 4 കേബിളാണ് ഇടാറ്. അത് സെപ്പറേറ്റ് വേറെ പൈപ്പിൽ കൂടെ തന്നെ ഇടണം. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വലിക്കുന്ന കേബിൾ നമുക്ക് Cat 6 കൂടെ കൊണ്ടുപോകാം. പവർ വരുന്ന പൈപ്പിൽ കൂടെ ഒരിക്കലും കൊണ്ടുവരുത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പവറായിട്ടുള്ള ഇൻ്റർഫറൻസ് വന്നിട്ട് നമുക്കിത് തന്നെ തുറക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ സെപ്പറേറ്റ് പൈപ്പിൽ കൂടെ ഇടണം നമുക്ക് ഈ പൈപ്പ്. എന്നാലാണ് നമ്മൾ മാനുവൽ സ്വിച്ചിൻ്റെ ഫംഗ്ഷൻസ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇതിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ നമുക്കിപ്പോൾ ഹാഫായിട്ട് തുറക്കണമെങ്കിലോ അല്ലെങ്കിൽ ഫുള്ളായിട്ട് തുറക്കണം, അങ്ങനെ നമുക്ക് ഫങ്ഷൻസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഇവിടുന്ന് പ്രസ് ചെയ്ത് ചെയ്യണമെന്നോ കോള് വന്നാലേ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് മൊബൈലിൽ ഓപ്പറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ നമുക്കിപ്പോൾ സ്ക്രീനിൽ ഇപ്പോൾ ഈ സ്ക്രീൻ തന്നെ നമുക്ക് മുകളിലത്തെ വീട്ടിൽ വെച്ച് നോക്കി, അതായത് 2nd ഫ്ലോറിൽ നമ്മൾ വെച്ച് നോക്കിയാൽ അപ്പോൾ 2nd ഫ്ലോറിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് കോൾ ചെയ്യാം. അതായത് ഈ ഇൻഡോർ യൂണിറ്റ് ടു അടുത്ത ഇൻഡോർ യൂണിറ്റ് നമ്മുടെ 2nd ഫ്ലോറിലെ ഇൻഡോർ യൂണിറ്റിലേക്ക് നമുക്ക് കോൾ ചെയ്യാം. നമുക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഈ സിസ്റ്റത്തിൽ ആ സിസ്റ്റത്തിലേക്ക് നമുക്ക് വീഡിയോ കോൾ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സംസാരിച്ച് കാര്യങ്ങൾ പറയാൻ പറ്റും. ഇത്രയാണ് വരുന്നത്. അപ്പോൾ ചെയ്യുമ്പോൾ ഇൻഡോർ യൂണിറ്റ് ഔട്ട്ഡോർ യൂണിറ്റ് നമ്മൾ ഹിറ്റ് വെച്ച് ചെയ്യുമ്പോൾ പരമാവധി നമുക്ക് ഗേറ്റ് ഓട്ടോമേഷൻ ഇതിനൊപ്പം തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതിനായിട്ട് തേടേനോട് സമീപിക്കുക. ഓക്കെ, താങ്ക് യു.